നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ അനിത എസ് പിള്ളയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, യഥാർത്ഥത്തിൽ ഒരാൾ സ്ത്രീ ആകുന്നത് എപ്പോഴും അവരുടെ മാസമുറകൾ തുടങ്ങുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയായി കണക്ക് കൂട്ടുന്നത്. തീർച്ചയായിട്ടും. അപ്പോഴും തൊട്ട് തുടങ്ങും അവരുടെ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ വളരെ നാൾ സ്ത്രീകളുമായിട്ട് ഇടപഴകിയുള്ള അവരുടെ അസുഖങ്ങളുമായിട്ട് മുൻപരിചയമുള്ളതും ഡോക്ടറിൽ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എടുത്താൽ എന്തായിരിക്കും അവർ ഏറ്റവും കൂടുതൽ അവർ കംപ്ലൈൻറ്റ് പറയാറുള്ളത് ഡോക്ടറുടെ അടുത്തേക്ക്? അത് ഏജ് വൈസാണ്. നമ്മളിപ്പം ഏത് ഏജിലുള്ള ആൾക്കാരാണ് നമ്മളെ കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത്, അത് വെച്ചിട്ട് അവരുടെ ലക്ഷണങ്ങൾ മാറും. ഇപ്പം ആർത്തവം തുടങ്ങുന്ന സമയത്താണ് ചിലപ്പോൾ അമിതമായ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. പിന്നെ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ചിലപ്പോൾ മുഖക്കുരു അല്ലെങ്കിൽ മുഖത്ത് രോമ വളർച്ച, മെൻസസ് കൃത്യതയില്ലായ്മ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. കല്യാണം കഴിച്ച ആൾക്കാരാണ് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കും വരുന്നത്. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ് ചിലപ്പോൾ ഗർഭപാത്രത്തിലെ മുഴകൾ, ഫൈബ്രോയിഡ് പോലത്തെ കംപ്ലയിൻസ് ആയിട്ടായിരിക്കും വരുന്നത്. ആർത്തവ വിരാമം അടുപ്പിച്ചിട്ടുള്ളവരാണ് അതിൻ്റെതായ പ്രശ്നങ്ങൾ, അമിതമായ ശരീരത്ത് ചൂട് വരിക, അല്ലെങ്കിൽ അമിതമായ ക്ഷീണം, മറ്റ് മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം ഏജ് വെച്ചിട്ട് അവരുടെ സിംറ്റംസ് മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ സ്ത്രീകൾക്ക് മുഴുവനായിട്ടും ഒരു ഏജ് ലൈക്ക് 13 ഇയേഴ്സ് തൊട്ട് 50 ഇയേഴ്സ് വരെ ഒരു കോമൺ സിംറ്റം അങ്ങനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ചില കുട്ടികൾക്ക് ഈ പീരീഡ്സിനെ കുറിച്ചൊന്നും അല്ലെങ്കിൽ മാസമുറകളെ കുറിച്ചൊന്നും അറിയാത്ത ഒരു പ്രായത്തിൽ തന്നെ ഒരു പക്ഷേ അവർക്ക് ഇത്തരം അല്ലെങ്കിൽ മാസമുറ തുടങ്ങുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ് അവരുടെ അമ്മമാർ ഹാൻഡിൽ ചെയ്യേണ്ടത്? അതെ, ശരിക്കും സ്കൂളിൽ നിന്നും വീട്ടിൽ അവരെ മാനസികമായും ശാരീരികമായുമുള്ള ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും വരുന്നത് എന്നുള്ളത് നമ്മളൊരു ക്ലാസ് എടുത്ത് കൊടുക്കണം, ബോധവൽക്കരണം നടത്തണം. ഇപ്പം ഒരു 8 വയസ്സ് 9 വയസ്സാകുമ്പോൾ ഉള്ള പെൺകുട്ടികളോട് 2 വർഷം കഴിയുമ്പോഴത്തേക്കും ബോഡിയിൽ ഇന്ന ചേഞ്ചസ് തുടങ്ങാൻ സാധ്യതയുണ്ട്, ഇന്നതാക്കി ആയിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പം ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വരുന്നത്, അല്ലെങ്കിൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ് സ്കൂളിൽ നിന്നോ വീട്ടിൽ നിന്നോ തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ആ ക്ലാസ് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി കുറച്ചൊരു അവയർനെസ്, ബോധവൽക്കരണം കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, സമൂഹത്തിലെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ആർത്തവ ചക്രം തുടങ്ങുന്ന കുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ പണ്ട് നാളിലെ ആർത്തവ ഏജിനെ കാട്ടി കുറച്ചുകൂടെ മുന്നോട്ട് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഹോർമോൺ വേരിയേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ യഥാർത്ഥത്തിൽ അതിനകത്തുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളുടെ മാറിയ ജീവിതശൈലിയും നമ്മൾ കുറച്ചും കൂടെ നാടൻ രീതികൾ ഉപേക്ഷിച്ചിട്ട് പാശ്ചാത്യവൽക്കരണം, കൂടുതൽ വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ മാറിയത് കൊണ്ടാണ് നമ്മുടെ മീൻ ഏജ് ഓഫ് മെനാർക്കി, അതായത് ആർത്തവമാകുന്ന ടൈം പണ്ട് 13-14 വയസ്സിലാണ് പെൺകുട്ടികൾക്ക് ആദ്യമായി ആർത്തവം ഉണ്ടായിരിക്കുന്നതിൽ ഇപ്പോൾ അത് 9-10 വയസ്സിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ഷിഫ്റ്റിംഗ് നടന്നതിൻ്റെ റീസൺ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയത് കൊണ്ടാണ്. കൂടുതലും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇരുന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത്. ഓട്ടവും ചാട്ടവും ഒന്നുമില്ല. കൂടുതലും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് പോയതുകൊണ്ടാണ് ഈ മീൻ ഏജ് ഓഫ്. പിന്നെ ഡയറ്റും, അതായത് നാടൻ ഭക്ഷണ രീതികൾ ഉപേക്ഷിച്ചിട്ട് കൊഴുപ്പ് കൂടിയതും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണമാണ് കൂടുതൽ പേരും കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മുടെ മീൻ ഏജ് ഓഫ് മെനാർക്കി 13-14 നിന്ന് 9-10ലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺ. അങ്ങനെ നേരത്തെ കുട്ടി ആർത്തവം തുടങ്ങിയ ആൾക്കാർക്ക് നേരത്തെ തന്നെ ആർത്തവ വിരാമം ആവാനുള്ള സാധ്യതയുണ്ടോ? 2, ഈ നേരത്തെ കുട്ടി ആർത്തവമായിട്ടുള്ള ആൾക്കാർക്ക് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഗൈനക്കോളജിക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയല്ല, റീപ്രൊഡക്റ്റീവ് ലൈഫ് സ്പാൻ എന്നുള്ളത് ഒരു ഫിക്സ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇത്ര നമ്പർ ഓഫ് ഓവുലേഷൻ ആയിരിക്കും, അതായത് അണ്ടോൽപാദന പ്രക്രിയ ഇത്ര അണ്ടമായിരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ ആർത്തവമാകുകയാണ്, അണ്ടോൽപാദന പ്രക്രിയ തീരുമ്പം അവരുടെ ആർത്തവത്തിനും വിരാമമാകും. ഇപ്പം 12 മാസം ആർത്തവം വരാതിരിക്കുമ്പോഴാണ് നമ്മളതിനെ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള 5 വർഷക്കാലത്ത് നമ്മൾ പെരിമെനോപോസ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ നേരത്തെ മെനാർക്കി തുടങ്ങുന്നവർക്കാണെങ്കിൽ ഈ പെരിമെനോപോസ് കുറച്ചും കൂടെ നേരത്തെ, ഒരുപാട് നേരത്തെ അല്ല, കുറച്ചും കൂടെ നേരത്തെ ഷിഫ്റ്റഡ് ആകും. നമ്പർ ഓഫ് ഓവുലേഷൻസ് ഒരു ലേഡിയുടെ ലൈഫിൽ ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ നേരത്തെ ആകുന്നത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും അവരുടെ ബോഡിക്ക് സംഭവിക്കത്തില്ല. നാച്ചുറലി അവരുടെ ബോഡി എന്തിലൊക്കെ പോകാനായിട്ട് ഡിസ്റ്റൈൻഡ് ആയിരിക്കുമോ ആ അസുഖങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നേരത്തെ ആർത്തവമാകുന്നു എന്നതുകൊണ്ട് അവർക്ക് മറ്റ് അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. നേരത്തെ ആർത്തവം വരുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ അവരുടെ വളർച്ചയെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കലും ആർത്തവം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മാസമുറകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ചയിൽ ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ വളർച്ച കൂടുതലോ കുറവോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? അതെ,
അതായത് നമ്മളിപ്പം ആദ്യം ഉണ്ടാകുന്നത് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടായതിനു ശേഷം ഹെയർ ഗ്രോത്ത് പ്രൈവറ്റ് പാർട്സിൽ വരും. അതിനുശേഷമായിരിക്കും ആർത്തവത്തിലേക്ക് പോകുന്നത്. ഇതാണ് യൂഷ്വലി ഒരു മെച്യൂരിറ്റി സ്കെയിലായിട്ട് നമ്മുടെ ബോഡിയിൽ പോകുന്നത്. ഈ മെച്യൂരിറ്റി ആകുന്ന സമയത്തായിരിക്കും ഗ്രോത്ത് സ്പർട്ട്, ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ആ ഒരു 2 കൊല്ലത്തേക്കായിരിക്കും അവരുടെ ബോഡിയിൽ ഹൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. അതിനുശേഷം പിന്നെ നീളം വെക്കുകയില്ല. അപ്പോൾ ഈ ചേഞ്ചസ് ബോഡിയിൽ നടക്കുന്നത് ആർത്തവമാകുന്ന സമയത്ത് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈറ്റ് കൂട്ടണം എന്ന് വിചാരിച്ചാൽ നമുക്കത് നടക്കുന്നതല്ല. അപ്പോൾ ആർത്തവമാകുന്ന 2 വർഷ കാലയളവിലാണ് ബോഡിയുടെ ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് പറയാറുള്ളത് എന്ത് പ്രശ്നവുമായിട്ടാണ്? സാധാരണഗതിയിൽ ആർത്തവത്തിന് ചിലപ്പോൾ അവരുടെ സൈക്കിളിൽ വരുന്ന വേരിയേഷൻസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അല്ലെങ്കിൽ വേദനയുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആർത്തവം ചക്രം തുടങ്ങിയിട്ടുള്ള ഒരു വിഭാഗക്കാരിൽ എന്തൊക്കെയാണ് അവരുടെ കോമൺ ബുദ്ധിമുട്ടുകൾ? അതെങ്ങനെ പരിഹരിക്കപ്പെടാവും? മെഡിസിൻ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആവശ്യമായിട്ട് വരാറുണ്ട്. കൂടുതൽ പേരും അമിതമായ വയറുവേദനയായിട്ടായിരിക്കും നമ്മളെ കാണാൻ വരുന്നത്. അതിന് നമ്മൾ ഡിസ്മെനറി എന്നാണ് പറയുന്നത്. 100-70 പേർക്കും ഡിസ്മെനറിക്ക് നമുക്കൊരു റീസൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. 30% ആൾക്കാർക്ക് ചിലപ്പോൾ ഓവറിയിലെ സിസ്റ്റോ യൂട്രസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാണും. അപ്പോൾ പൊതുവേ നമ്മുടെ ബോഡിയിൽ പ്രോസ്റ്റഗ്ലാൻഡിൻ എന്നുള്ള രാസപദാർത്ഥം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് പെയിൻ വരുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റഗ്ലാൻഡിൻ ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അമിതമായ വയറുവേദന വരും. അപ്പോൾ പ്രോസ്റ്റഗ്ലാൻഡിനെതിരെയുള്ള മരുന്നുകൾ, നമ്മുടെ മെഫനമിക് ആസിഡ്, പാരസെറ്റമോൾ പോലത്തെ ടാബ്ലറ്റ്സ് കൊടുത്താൽ ഈ വയറുവേദന ശമിപ്പിക്കാവുന്നതാണ്. പിന്നെ സിവിയർ പെയിൻ ഉണ്ട്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീനിങ് അൾട്രാസൗണ്ട് ചെയ്തിട്ട് പ്രകടമായ സിസ്റ്റോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ യൂട്രസിലോ ഓവറിയിലോ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാം. മെജോറിറ്റി ഓഫ് ആൾക്കാരിലും ചിലപ്പോൾ ഒരു റീസണും ഇല്ലാതെ ആയിരിക്കും പെയിൻ വരുന്നത്. അത് മാരേജൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിയുമ്പം ഈ സിവിയർ ഡിസ്മെനോറിയ എന്നാണ് നമ്മളതിനെ മെഡിക്കൽ ടേംസ്, അത് കുറയുന്നതുമാണ്. ഈ പെയിൻ ഡെലിവറിക്ക് ശേഷം മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും പഴയ പോലെ പെയിൻ ഇല്ല എന്നായിരിക്കും നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും മല്ലിക്കിനെ തിരിച്ചു വരാം. സർ, കുട്ടിക്കാലത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികളെങ്കിലും നമ്മളറിയാം അസംബ്ലിയിൽ ഈ ആർത്തവ ചക്രം ആയിട്ടുള്ള അല്ലെങ്കിൽ പീരീഡ്സ് ഉള്ള കുട്ടികൾ ചിലപ്പോൾ അസംബ്ലിയിൽ നിന്ന് തലകറങ്ങി വീഴാറുണ്ട്. ഇവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം തോന്നാറുണ്ട്. ചില കുട്ടികൾക്കൊക്കെ HB വളരെ ലോ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യുക? നമ്മൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ വിളർച്ച എന്നാണ്, അനീമിയ എന്നാണ് മെഡിക്കൽ കണ്ടീഷൻ നമ്മൾ പറയണത്. അപ്പം വിളർച്ചയുള്ള കുട്ടികൾക്ക് അമിതമായ ക്ഷീണം, തലകറക്കം, ഛർദ്ദിക്കാനുള്ള തോന്നൽ, അവർക്ക് എല്ലാത്തിനോടും ഒരു ലാസിറ്റ്യൂഡ്, അതായത് എനർജി കുറവായിരിക്കും. അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അയൺ പ്രിപ്പറേഷൻസ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സിമ്പിൾ അയൺ ടാബ്ലറ്റ്സ് കൊടുത്താൽ തന്നെയും വിളർച്ച മാറും. ടാബ്ലറ്റ്സിനുപരി ഡയറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയണം. അയൺ റിച്ച് ഫുഡ്, നമ്മുടെ സാധാരണ ഇലക്കറികളായ ചീര, മുരിങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്, നെല്ലിക്ക, ഈന്തപ്പഴം, മാതളം, ഇതൊക്കെ കൊടുക്കുമ്പം അയൺ ഇമ്പ്രൂവ്മെൻറ്റ് ബോഡിയിൽ വരും. അപ്പം സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വീട്ടിലെ പേരൻസ് ഡയറ്റ് നന്നായിട്ട് അവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അയൺ റിച്ച് ഫുഡ് കൊടുക്കാൻ സാധിക്കണം. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ 6 മാസത്തിലൊരിക്കൽ ഡീവേമിങ്, വിര ഇളക്കാനുള്ള ഗുളിക കൊടുത്താലും അനീമിയ നമുക്ക് തടയാൻ സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ആർത്തവ ചക്രം തുടങ്ങുന്ന ഒരു വിഭാഗത്തെക്കാരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അത് കഴിഞ്ഞ് ആ ടീനേജിലേക്ക് കടക്കുമ്പോൾ അവർക്കറിയാം മുഖക്കുരു വരുന്നൊരു പ്രായം, നന്നായിട്ട് സൗന്ദര്യത്തോടു കൂടി മുന്നോട്ട് നടക്കേണ്ട ഒരു സമയം. ഈ സമയത്താണ് പല കുട്ടികൾക്കും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇത് പുറത്തു പറയാൻ മടിയാകുന്ന ഒരു അവസ്ഥ ഒക്കെ തുടങ്ങുന്നത് ഈ ടീനേജ് സമയത്താണ്. കുട്ടിക്കാലത്താവുമ്പോൾ ഒരു പക്ഷേ 8 വയസ്സ് 9, അതായത് ആർത്തവ ചക്രം തുടങ്ങുന്ന ഒരു സമയത്താണെങ്കിൽ അമ്മയെടുത്തോ ചേച്ചിയെടുത്തോ ഒക്കെ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്ന കുട്ടികൾ ഈ ടീനേജിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ മറച്ചു വെച്ച് അവരുടെ പിയർ ഗ്രൂപ്പിനോട് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്തരം ടീനേജിൽ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കാം അവരുടെ സാധാരണ കാണുന്ന ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ? ടീനേജേഴ്സ് കൂടുതലും ഇറഗുലർ സൈക്കിൾസ്, കൃത്യതയില്ലാത്ത മെൻസസ്, പിന്നെ അമിതമായ രോമ വളർച്ച, മുഖത്ത് അമിതമായ മുഖക്കുരു വരുന്നു, ഇത്തരം, പിന്നെ വണ്ണം കൂടുന്നു. ഈ 4 പ്രോബ്ലം ആയിട്ടാണ് നമ്മളുടെയൊക്കെ വരാറുള്ളത്. അപ്പം മുഖക്കുരു, രോമ വളർച്ച, വണ്ണക്കൂടുതലെല്ലാം നോർമലി പോളിസിസ്റ്റിക് ഓവറി എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് വരാറ്. അപ്പോൾ നമ്മൾ പേഷ്യൻസ് ഈ ബുദ്ധിമുട്ടുമായിട്ട് വരുമ്പോൾ അവരെ സ്ക്രീൻ ചെയ്ത് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഉണ്ടെങ്കിൽ ജീവിതശൈലി മെച്ചപ്പെടുത്താനുള്ള ഉപദേശം കൊടുക്കുക. ഡയറ്റും എക്സർസൈസും, എണ്ണ പലഹാരങ്ങൾ, മധുരം, കൊഴുപ്പൊക്കെ ഉപേക്ഷിക്കുക, നല്ല വ്യായാമം ചെയ്യുക, ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുക. പിന്നെ അത് ഡയറ്റിലും എക്സർസൈസിലും മാറാത്ത പോളിസിസ്റ്റിക് ഓവറി ആണെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ്, അതിനുള്ള മരുന്നുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്രായക്കാർ കൂടുതലും ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മളെ കൂടുതലും അപ്രോച്ച് ചെയ്യാറ്. ഈ മാം ഇപ്പോഴും ഈ കൗമാരപ്രായക്കാരുടെ തടി കൂടുന്നൊരു പ്രശ്നം പറയുമ്പോൾ കൂടിയും ഈ സൈസ് 0 ആക്കി വയ്ക്കുകയും അത് കണ്ടിന്യൂ ചെയ്യുന്നതും ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ നമ്മൾ കോളേജിൽ നോക്കി കഴിഞ്ഞാൽ അവർ വളരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികളാണ്. അവർക്ക് എന്ത് ഭക്ഷണത്തിനോടും അവജ്ഞയാണ്, അതെന്ത് കഴിച്ചാലും തടി വയ്ക്കും എന്നുള്ള പേടിയാണ്. വെറും ജ്യൂസ് മാത്രം
ആഹാരം കഴിക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞ് ഛർദ്ദിച്ച് വെളി കളയിക്കുന്ന കുട്ടികളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പോൾ ഈ സൈസ് 0-ൽ വയ്ക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടോ? അങ്ങനെയല്ല, നമ്മുടെ ബോഡിയിൽ ഇത്ര ശതമാനം കാർബോഹൈഡ്രേറ്റ്, ഇത്ര ശതമാനം പ്രോട്ടീൻ, ഇത്ര ശതമാനം ഫാറ്റ് ഒരു ഡെയിലി ഉൾപ്പെടുത്തണം ഡയറ്റിൽ. ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാർവിങ്ങോ പട്ടിണി കിടക്കലോ അല്ല, സമീകൃത ആഹാരം കഴിക്കുന്നതാണ് ഡയറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന കുട്ടികളോട് നമ്മൾ ഡയറ്റിൻ്റെ നല്ല ഫുഡ് കഴിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്നുള്ളത് അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കണം. ഡയറ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകുക അതിൻ്റെ അർത്ഥം ജ്യൂസ് മാത്രം കുടിച്ച് ജീവിക്കണം എന്നല്ല. ആ നോർമലി വേണ്ട കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും അതിൻ്റെ നോർമലി ഉള്ള അളവിൽ ശരീരത്തിൽ ചെന്നിരിക്കണം. അതിനെപ്പറ്റി നമ്മൾ അവർക്ക് ബോധവൽക്കരണം കൊടുക്കും. ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഈ ടീനേജേഴ്സിന്റെ മുഖത്ത് കാണുന്ന അമിത രോമവളർച്ച, ചില കുട്ടികൾ അറിയാം ഡെയിലി അവർക്ക് മീശ ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചെവിയുടെ ഭാഗം ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ കോളേജിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവർ മറ്റുള്ളവരുടെ അടുത്ത് പറയുകയില്ല. ഒരു പക്ഷേ അവർ ഏതെങ്കിലും സെന്റേഴ്സിലൊക്കെ ചെന്ന് ലേസർ ട്രീറ്റ്മെന്റോ ഒക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ സ്ത്രീകളുടെ രോമ വളർച്ചയും അവരുടെ ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോളിസിസ്റ്റിക് ഓവറി കണ്ടീഷനുള്ള പെൺകുട്ടികൾക്കാണ് അമിതമായ രോമ വളർച്ച വരുന്നത്. അതായത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ സെൻസിറ്റൈസ്ഡ് ഏരിയാസിൽ, അപ്പർ ലിപ്പിൽ അല്ലെങ്കിൽ കീഴ്ത്താടിയിൽ, വയറിൽ, ചിലർക്ക് നെഞ്ചിലൊക്കെ അമിതമായ രോമ വളർച്ച വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ റീസൺ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള ഹെയർ കളയാനായിട്ട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. പുതുതായി ഹെയർ ഉണ്ടാകുന്നത് തടയാനായിട്ട് പോളിസിസ്റ്റിക് ഓവറി ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ സാധിക്കും. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള അനുസൃതമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് രോമ വളർച്ച നമുക്ക് തടയാൻ സാധിക്കും. സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രശ്നമാണ് ഈ രോമ വളർച്ച. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, പിന്നെ വേറൊരു പ്രശ്നം, കിഡ്നിയുടെ മുകളിൽ നമുക്ക് അഡ്രിനൽ എന്നൊരു ഗ്രന്ഥിയുണ്ട്. അപ്പോൾ അഡ്രിനൽ ട്യൂമേഴ്സ് ഒക്കെ ചിലപ്പോൾ അമിതമായ രോമ വളർച്ചയായിട്ട് വരാം. അപ്പോൾ പേഷ്യൻസ് വരുമ്പം പോളിസിസ്റ്റിക് ഓവറി ആണെന്ന് ലേബൽ ചെയ്യുന്നതിന് മുമ്പേ ഇത്തരം കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. എപ്പോഴും നമുക്കറിയാം ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമായിട്ട് വരുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പൊണ്ണത്തടിയുള്ള കുട്ടികൾക്ക് ഡോക്ടർമാർ മെറ്റ്ഫോർമിൻ പോലെയുള്ള ഗുളികൾ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഈ ടീനേജിൽ തന്നെ മെറ്റ്ഫോർമിൻ ഗുളികൾ നിർദ്ദേശിക്കുമ്പോൾ എപ്പോഴും അവരുടെ ഒരുപക്ഷെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ ഉപയോഗിക്കുന്ന ഗുളികളായിരിക്കും, അതേ മരുന്നുകൾ, അതേ ബ്രാൻഡായിരിക്കും ഒരുപക്ഷെ ഈ 12, 13 വയസ്സ്, 14 വയസ്സ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ പേരൻസിനൊക്കെ വളരെ സ്ട്രെസ്ഡ് ആണ്. ഈ ഞാൻ ഒരു 55 വയസ്സ് കഴിച്ചുള്ള ഗുളിക ഈ കുട്ടി ഇപ്പോൾ ഒരു 12 വയസ്സിൽ കഴിക്കണമോ, അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ മരുന്നുകൾ ലോങ് ടൈം എടുക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അല്ലെങ്കിൽ പ്രമേഹമില്ലാതെ തന്നെ ഈ മെറ്റ്ഫോർമിൻ പോലെയുള്ള ഗുളികൾ കൊടുക്കാം. അപ്പോൾ മെറ്റ്ഫോർമിൻ ഗുളിക ഈ ടീനേജേഴ്സിൽ നമ്മൾ എപ്പോഴാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരും? ശരിക്കും പോളിസിസ്റ്റിക് ഓവറിയിലെ ബേസിക് മെറ്റബോളിസത്തിൽ നടക്കുന്ന എന്താണെന്ന് ഇൻസുലിൻ പ്രതികരിക്കാതിരിക്കുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ആക്ട് ചെയ്യുകയാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ പോളിസിസ്റ്റിക് ഓവറിൽ നടക്കണില്ല. ഇൻസുലിൻ ബോഡിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് ആഡ് ചെയ്യുന്നത്. അത് കാരണം ഗ്ലൂക്കോസിൻ്റെ നില താഴുകയോ അങ്ങനെയൊന്നുമില്ല. നേരെ മറിച്ച് പോളിസിസ്റ്റിക് ഓവറിയിൽ സംഭവിക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മാറ്റി ഇൻസുലിൻ സെൻസിറ്റൈസ്ഡ് ആകുമ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഈ ബോഡിയിൽ നേരെ നടക്കേണ്ട കാര്യങ്ങൾ നേരെ തന്നെ നടന്നു പോകും. അതാണ് മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ടാബ്ലറ്റിന് പല ഗുണങ്ങൾ കാണും. അപ്പോൾ ഇത് സേഫ് ഡ്രഗാണ്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്ത് ഇൻസുലിനെ സെൻസിറ്റൈസ് ചെയ്യാനാണെന്ന് ടാബ്ലറ്റ് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് നമ്മൾ ക്ലാസ് കൊടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എത്ര നാളാണ് ഇത് നമ്മൾ കഴിക്കേണ്ടി വരുന്നത് ടീനേജിലൊക്കെ കഴിക്കുന്നത്? മെഡിക്കൽ മാനേജ്മെൻറ്റ് ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ മാറാത്തവർക്ക് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു 3 months കൊടുത്തിട്ട് അവരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കുക. 3 months കുറയാത്തവർക്ക് 6 months, 9 months, ചിലപ്പോൾ 1 year വരെയും കൊടുക്കേണ്ടി വരും. അതെ, മറ്റുള്ള പ്രമേഹ രോഗികളിൽ നിന്നും വിഭിന്നമായി ഇത്തരം മെറ്റ്ഫോർമിൻ ഗുളികൾ നമ്മൾ ഈ PCOD ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിർത്താൻ, അതായത് എപ്പോഴും പേരൻസ് പറയുന്നുണ്ട് ഞാനിത് കഴിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ 20 കൊല്ലമായി, എനിക്കിതുവരെ നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിർത്താനായിട്ട് അല്ല, പോളിസിസ്റ്റിക് ഓവറി എല്ലാ പോളിസിസ്റ്റിക് ഓവറിക്കും നമ്മൾ മെറ്റ്ഫോർമിൻ സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പോൾ അമിതമായ വണ്ണമായിട്ട് വരുന്ന പോളിസിസ്റ്റിക് ഓവറി പേഷ്യൻസിനായിരിക്കും, അതായത് ഒബീസ് പോളിസിസ്റ്റിക് ഓവറിക്കായിരിക്കും നമ്മൾ മെറ്റ്ഫോർമിൻ പൊതുവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലീൻ പോളിസിസ്റ്റിക് ഓവറി ഉണ്ട്, അതായത് മെലിഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾ, അവർക്ക് ചിലപ്പം ഹെയർ ഗ്രോത്ത് അല്ലെ ആക്നെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അതിനുള്ള ടാബ്ലറ്റ്സ് ആയിരിക്കും, ലോ ഡോസ് ഹോർമോണൽ പിൽസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 100 പോളിസിസ്റ്റിക് ഓവറി വരണം, 100 പേരും ഒരേപോലെ ആയിരിക്കില്ല, 100 പേരും 100 രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സബ്ജക്റ്റീവ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്.
മാം നമ്മളിപ്പോൾ ടീനേജസിൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ടീനേജ് കഴിഞ്ഞ് ഒരു പക്ഷേ നമ്മൾ സ്കൂൾ കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞ് ഒരു മാരേജിലേക്ക് പോകുന്ന ഒരു സമയത്ത് ആ ഒരു മാരേജിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഒരു സമയത്ത് വളരെ ഒരു ക്രൈസിസ് സിറ്റുവേഷനാണ്. സ്ഥലം നമ്മൾ ഇപ്പോൾ നേരത്തെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടല്ല, മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയിട്ട് നിൽക്കേണ്ടി വരുന്ന വേറൊരു ജീവിത സാഹചര്യവുമായിട്ട് ഇടപഴകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഉണ്ടാകുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരെ കാട്ടി കൂടുതലാണ്. യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകേണ്ടി വരുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യമാണ്. അങ്ങനെയില്ല. ഇപ്പം ബോഡി വെയിറ്റ് കുറച്ചധികം കൂടുകയാണെങ്കിലാണ് ആർത്തവക്രമം മാറുന്നതൊക്കെ കല്യാണം കഴിച്ചിട്ട് വരുന്ന കുട്ടികളിൽ. ഇപ്പോൾ പഴയ ബോഡി വെയിറ്റ് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണേ മാരേജിന് ശേഷം വലിയ ഡിഫറൻസ് ഒന്നും ആർത്തവ ചക്രത്തിൽ അവർക്ക് വരാൻ സാധ്യതയില്ല. പക്ഷേ 10 കിലോ 12 കിലോ ഒക്കെ വെയിറ്റ് കൂടുകയാണെങ്കിൽ പേഷ്യൻസ് എന്ന് പറയും കല്യാണത്തിന് മുമ്പ് എനിക്ക് മെൻസസ് കൃത്യമായിരുന്നു, ഇപ്പം മെൻസസ് വളരെ കൃത്യതയില്ലാത്ത. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കണം നിങ്ങളുടെ വെയിറ്റ് കൂടിയിട്ടുണ്ടോ. ആ ഒരു വെയിറ്റ് ഡിഫറൻസ് വരുമ്പോൾ മാത്രമേ മെൻസ്ട്രൽ സൈക്കിളിൽ ഡിഫറൻസ് വരത്തുള്ളൂ. പിന്നെ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് കുറച്ച് സ്വാധീനം ചെലുത്താം, പക്ഷെ കൂടുതലും നമ്മുടെ ആഹാരക്രമത്തിലുണ്ടായ വ്യത്യാസം കൊണ്ടായിരിക്കാം ആർത്തവ ചക്രത്തിൽ വ്യത്യാസം കാണുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ഒരു ശാരീരിക അവസ്ഥയിലേക്ക് അവർ തിരിച്ചു പോകാറില്ല കൂടുതൽ. അപ്പൊ അതൊരു സത്യമാണ് യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ മാം ഒരുപാട് സ്ത്രീകളെ കാണുന്ന ഒരു ഡെലിവറി എടുക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ സാധാരണഗതിയിൽ ഇപ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഒരു പക്ഷേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു 10 കിലോയോ 12 കിലോയോ ഒരു അമിത വണ്ണത്തിലേക്കായിരിക്കും പലപ്പോഴും എത്തിപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ അവസ്ഥയിൽ അത് സത്യമാണ്. വെയിറ്റ് ഗെയിൻ ഉണ്ട്, പക്ഷെ വെയിറ്റ് ഗെയിൻ നമുക്ക് തിരിച്ച് നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം പാലൂട്ടുന്ന സമയത്ത് ആരും അമിതമായ ഡയറ്റിങ്ങിന് പോകേണ്ട കാര്യമില്ല. പാലൂട്ടലൊക്കെ കൊടുത്തതിന് ശേഷം കുഞ്ഞ് വളർന്ന ഒരു പരുവായതിനു ശേഷം നമ്മുടെ പഴയ വെയിറ്റിലേക്ക് പഴയ ബോഡി മാസ് ഇൻഡെക്സ് കൊണ്ടുവരാനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പിന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് ബോഡിയിൽ ഒരു ഡെലിവറിക്ക് ശേഷം വരും. അത് കുഞ്ഞ് നമ്മുടെ ബോഡിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ബോഡിയിൽ വരുന്ന ബർത്ത് മാർക്സ് ഓഫ് കുഞ്ഞ് വന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അടയാളങ്ങളാണ്. അത് നെഗറ്റീവായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. പിന്നെ പഴയ രീതിയിലേക്ക് ബോഡി വെയിറ്റ് കൊണ്ടുവരാൻ അസാധ്യമായതല്ല, നമുക്ക് ട്രൈ ചെയ്താൽ അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ വയറിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ, പലരും വയറിലെ പാടുകൾ മാറുമോ അങ്ങനെ ചോദിച്ചൊക്കെ വരും. അതാ ഞാൻ പറഞ്ഞത്, ചെറിയ മാർക്കുകൾ നമ്മൾ കുഞ്ഞ് ജനിച്ചതിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ വരുന്ന മാർക്കുകളാണ് അതൊക്കെ. അതിനെ മാറ്റാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറയ്ക്കാൻ സാധിക്കും, പക്ഷെ പൂർണ്ണമായും അടയാളം ഫ്രീ ആക്കാൻ സാധിക്കാറില്ല. പലപ്പോഴും ഈ സ്ത്രീകൾ കംപ്ലൈന്റ് പറയാറുള്ളതാണ് ഈ ഏതെങ്കിലും പ്രസവം കഴിഞ്ഞതിന് ശേഷം വയറ് താരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യുക? അതൊക്കെ ഡെലിവറി കഴിഞ്ഞ ഉടനെ അതിനൊരു പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ട്. തീർച്ചയായും പോസ്റ്റ്നേറ്റൽ എക്സർസൈസസ് നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. അത് 2 രീതിയിലുള്ള എക്സർസൈസസ് ഉണ്ട്. വയറിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടാതിരിക്കാനായിട്ടും വയറിൻ്റെ ടോൺ കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മൾ കൊടുക്കുന്ന എക്സർസൈസസ്. കൂടാതെ വെജൈനൽ മസിൽസ്, യോനി നാളിയിലെ പെരിനിയൽ മസിൽസിനൊക്കെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കിഗൽസ് എക്സർസൈസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സർസൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ വയറിൻ്റെ ടോണും ആകട്ടെ താഴത്തെ പേശികളുടെ ബലവും ആവട്ടെ നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു ഒരു പക്ഷേ ഒരു ഓൾഡ് ഏജിലേക്ക് പോകുന്ന സമയത്ത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ സമയത്താണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഭയങ്കര രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഹോട്ട് ഫ്ലഷ് ആയിട്ട് എപ്പോഴും ചൂട് തോന്നുന്നൊരവസ്ഥ, ഇറിറ്റബിലിറ്റി, ഒരു ഒറ്റപ്പെടൽ, ഡിപ്രഷൻ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്നതാണോ അതോ ഇത്തരത്തിലുള്ള ഒരു ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്? ആക്ച്വലി ആർത്തവ വിരാമം അടുക്കുന്ന നേരത്തെ സൂചിപ്പിച്ചു 12 മാസം മെൻസസ് വരാതിരുന്ന് കഴിഞ്ഞിട്ട് ഉള്ള ടൈമിനാണ് നമ്മൾ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള ഒരു 4 to 5 ഇയേഴ്സ് തൊട്ട് ചില ചെറിയ ചേഞ്ചസ് ബോഡിയിൽ വരാം. ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നു, FSH LH ഹോർമോണുകളുടെ വ്യത്യാസമൊക്കെ കാരണം ബോഡിയിൽ ഈ പറഞ്ഞ കണക്ക് മെൻസസ് ചിലപ്പോൾ കൃത്യതയില്ല, 2 മാസത്തിൽ അല്ലെങ്കിൽ 2.5 മാസത്തിൽ മെൻസസ് ആകുന്നു. ആ സമയത്ത് അമിതമായി ചൂട് കയറുന്നു, ക്ഷീണം വരുന്നു, പെട്ടെന്ന് മൂഡ് വേരിയേഷൻസ്, ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് നമ്മൾ ഡയറ്റ് അഡ്വൈസ് ചെയ്യാം. അപ്പം നമ്മൾ ഫൈറ്റോ ഈസ്ട്രജൻസ്, നാച്ചുറൽ സ്ത്രീ ഹോർമോൺ അടങ്ങിയ ഭക്ഷണങ്ങളായ ചേന, കാച്ചിൽ, ചേമ്പ്, ക്ലോവർ, അതൊക്കെ നമുക്ക് ഫൈറ്റോ ഈസ്ട്രജൻ, സോയ, ഇതൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയത്. അപ്പം അങ്ങനത്തെ ഡയറ്റ് കൂടുതൽ ഉൾപ്പെടുത്താൻ പറയാം. പിന്നെ അവർക്ക് കാൽഷ്യത്തിൻ്റെ നില കുറയാതിരിക്കാൻ പാല് ഡെയിലി കുടിക്കണം എന്നുള്ള അഡ്വൈസ് കൊടുക്കാം. കാൽഷ്യം, വിറ്റാമിൻ ഡി പോലത്തെ ഗുളികകൾ കഴിക്കാം. അപ്പം എക്സർസൈസ് ചെയ്യുക, ബോഡി ഫാറ്റ് കൂട്ടാണ്ട് നോക്കുക. ഈ ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ
അമിതമായി കൊളസ്ട്രോൾ ഡെപ്പോസിഷനും ഒരു മോർബിഡിറ്റീസിനും മെറ്റബോളിക് സിൻഡ്രോംസിനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതെ അവരുടെ ബോഡി എക്സർസൈസ് ചെയ്ത് നോർമൽ രീതിയിൽ കൊണ്ടുപോകാനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നമുക്ക് ആ ഏജിലെ സ്ത്രീകൾക്ക് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഓൾഡ് ഏജിനോട് മുമ്പ് തന്നെ ഏതെങ്കിലും പുരുഷന്മാരെ കാട്ടി കൂടുതൽ സ്ത്രീകൾക്ക് ഈ ഓസ്റ്റിയോപോറോസിന്റെ സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കൂടുതലാണോ? അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഓസ്റ്റിയോപോറോസിസ് ഏജിന്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോകും. പിന്നെ ഒരു പരിധിവരെ അതിനെ തടയിടാനായിട്ട് നമ്മുടെ കാൽഷ്യം ഇൻടേക്ക് ഹെൽപ്പ് ചെയ്യും. 1500 മില്ലിഗ്രാം കാൽഷ്യം എങ്കിലും ഡെയിലി ആ ഒരു ഏജ് എത്തുന്ന സ്ത്രീക്ക് ഡെയിലി വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടാബ്ലറ്റ്സ് കൊടുക്കാം. ഡയറ്റിൽ കാൽഷ്യം റിച്ച് ഫുഡുകൾ നമുക്ക് അഡ്വൈസ് ചെയ്യാം. ബോഡി വെയിറ്റ് കൂടാതിരിക്കാൻ എക്സർസൈസും യോഗ പോലത്തെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ആദ്യമുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിനൊക്കെ ചാൻസ് കുറവാണ്. നമ്മുടെ ഹോർമോൺസ് നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ ഒരു ഏജ് കഴിയുമ്പം ആ ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുമ്പം നമ്മളും ഈക്വലി വൾണറബിൾ ആകും ഇത്തരം പ്രശ്നങ്ങൾ വരാനായിട്ട്. അതായത് കൊളസ്ട്രോൾ ഡെപ്പോസിഷനും ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് വരാനും ഒക്കെ. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് പോവുക, അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. എപ്പോഴും ഈ ആർത്തവിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളെ പെട്ടെന്ന് പറയുന്നതാണ്, എനിക്ക് ആർത്തവിരാമത്തോടനുബന്ധിച്ച് എനിക്ക് മുഖത്തൊക്കെ ചുളിവുകൾ പെട്ടെന്നാണ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതുവരെ വളരെ കുഴപ്പമൊന്നും ഇല്ലാതെ പോയിരുന്ന സ്ത്രീ പെട്ടെന്ന് ആർത്തവിരാമത്തോടനുബന്ധിച്ച് ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് വയസ്സായതുപോലെ തോന്നുന്നൊരു ഫീല് പലപ്പോഴും കംപ്ലൈന്റ് പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് ഈസ്ട്രജൻ ഹോർമോൺ ആണ് നമ്മുടെ ഫെമിനിറ്റിയുടെ റീസൺ. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവിൽ വേരിയേഷൻ വരുമ്പം ഫെമിനിറ്റി കുറച്ച് നഷ്ടപ്പെടുമ്പോൾ ചെറിയ ചുളിവുകൾ വരാം. പക്ഷേ ആക്സെപ്റ്റ് ദ ഏജിങ് ഗ്രേസ്ഫുള്ളി, നമുക്ക് എന്നും ഒരേപോലെ ഇരിക്കാൻ സാധിക്കില്ല. പിന്നെ അതിനെ എത്ര ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുപോകാം എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ആശ്രയിച്ചിരിക്കും. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം PPTയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടെ പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തന്നതിന് ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം